കാരണങ്ങളാൽ തകർന്നടിയുന്ന നിരവധി കുടുംബങ്ങൾ നമ്മുടെ ചുറ്റിനുമുണ്ട്. അത്തരമൊരു നേർക്കാഴ്ചയിലേക്ക് നമുക്ക് പോകാം. അനുഗ്രഹിച്ചാലും ആശീർവദിച്ചാലും. പ്രതിധ്വനി. മോനൂട്ടാ, അച്ഛന്റെ പൊന്നുമോൻ എന്ത് ചെയ്യുവാ? കളിക്കുക. ശരാ, ഇവന്റെ ഒരു കാര്യം. നിക്കടാ അവിടെ. പപ്പ ഇത് കണ്ടോ? ഇന്നലെ മമ്മി വാങ്ങിച്ച കളിപ്പാട്ടവാ. ആഹാ, ഇത് കൊള്ളാലോ. മോൻ ഇത് ഇഷ്ടമായോ? ഒത്തിരി ഇഷ്ടായി. ഓ, നല്ല കാര്യമായി. ഈ പപ്പയുടെ മോന്റെ കളി ഇതുവരെ കഴിഞ്ഞില്ലേ? നീ കണ്ടില്ലേ നമ്മുടെ മോന്റെ സന്തോഷം? ഇവരുടെ കൂടെ സമയം ചെലവഴിക്കുമ്പോഴല്ലേ അവർ സന്തോഷിക്കുന്നത്. മോനെ, നമുക്ക് സ്കൂളിൽ പോകണ്ടേ? പോണം. നിനക്കറിയാമോ, ജീവിതത്തിൽ എന്തെല്ലാം സൗഭാഗ്യങ്ങൾ ഉണ്ടായിട്ട് പോലും ഞാൻ എത്ര കുതിച്ചിട്ടുണ്ടെന്ന്. എൻ്റെ ബാല്യം, കൗമാരം ഒക്കെ എനിക്ക് നഷ്ടമായി. ഓർക്കുമ്പോൾ തന്നെ വിഷമം തോന്നുന്നു. ഒക്കെ എനിക്ക് ഇന്നലകളെ പോലെ മനസ്സിൽ തെളിയുന്നു. ഭാനുമതി, ഇവിടെ എവിടെ പോയി കിടക്കുക? ഈ മനുഷ്യന് ഇതെന്തോന്നാ? ഏതു നേരവും ഭാനു ഭാനു ഭാനു. പണ്ട് നിന്നെ വിളിച്ചാൽ നീ ഓടി വരുമായിരുന്നല്ലോ. എന്ത് ചെയ്യാനാ, ഓരോ മാറ്റങ്ങളെ. അല്ല, ഇപ്പൊ എന്തിനാ വിളിച്ചേ? ഓ, ഒന്നുമില്ല. ഈ മനുഷ്യന് ഇത് വയസ്സാം കാലത്ത് എന്തോന്നാ? ഓക്കെ ഓക്കെ, ഞാൻ ഇറങ്ങുവാടാ. താമസിക്കില്ല. ജസ്റ്റ് 5 minutes. അവളുടെ ഒരു 5 minutes. എന്ത് ചെയ്യാനാ, എൻ്റെ മോന്റെ വിധി. അല്ലാതെന്താ. ഓ, ഒന്നുമില്ല മോനെ. നീ എന്താ താമസിച്ചത്? നിനക്കൊന്ന് താമസിച്ചു പോയാൽ മതിയോ? അത് പോട്ടെ, അപ്പുണ്ണി എന്തിയടാ? എനിക്കറിയില്ല. ഇതൊക്കെ നോക്കി എനിക്ക് ഇടുന്ന സമയം. ശരി, ഞാനെന്ന് ഇറങ്ങട്ടെ. ശരി മോനെ, സൂക്ഷിച്ചു പോണേടാ. അവൻ പോയോ? ആ, പോയല്ലോ. ഒന്നും കഴിച്ചില്ലല്ലോ. എങ്ങനാ കഴിക്ക? സമാധാനം വേണ്ടയോ? അതെങ്ങനാ രാവിലെ ഒരുയും കെട്ടി ഇറങ്ങിക്കോളും. അവളുടെ ഒരു ഫാഷൻ ഡിസൈനിങ് നിങ്ങൾ ഉണ്ടാക്കി വെച്ചതല്ലേ? ഞാൻ അന്ന് 100 തവണ പറഞ്ഞതാ ഈ വിവാഹം വേണ്ടാന്ന്. എല്ലാം ഉണ്ടെന്ന് പറഞ്ഞാലും ഒരു കുഞ്ഞുണ്ട്. അത് കഴിച്ചോ, ഉറങ്ങിയോ, പഠിച്ചോ? ഇത് വല്ലവൾക്ക് അന്വേഷിക്കണോ? അവളുടെ ഒരു ഫാഷൻ ഡിസൈനിങ്. ചേടാ, നിനക്കിതെന്താ? നീ ഒന്ന് നിർത്തിയേ. ദേ, കുഞ്ഞു വരുന്നു. അതിനെ കൂടെ നീ ഇതൊക്കെ പറഞ്ഞ് വിഷമിപ്പിക്കാതെ. മോനെ, മക്കളെ, എന്ത് പറ്റിയടാ? മക്കള് സ്കൂളിൽ പോട്ടെ. മക്കൾ ഒരുങ്ങ്. ഇല്ല ഇല്ല, ഞാൻ സ്കൂളിൽ പോകുന്നില്ല. എനിക്ക് പഠിക്കണ്ട. എന്തിനാ പഠിക്കുന്നത്? എന്നെ ആർക്കും വേണ്ട. എൻ്റെ അച്ഛനും അമ്മയ്ക്കും പോലും എന്നെ വേണ്ട. അവർക്ക് എപ്പോ നോക്കിയാലും ജോലി ജോലി ജോലി. ഞാനിവിടെ ഉണ്ടെന്നുള്ള വിചാരം പോലും ഇല്ല. അവർ തമ്മിൽ കാണാറുണ്ടോ, മിണ്ടാറുണ്ടോ? എനിക്ക് ഈ വീട് മടുത്തു. എനിക്കൊന്നും വേണ്ട. മോനെ, വിഷമിക്കാതെടാ. നിനക്ക് ഞങ്ങളില്ലേ? വേണ്ട. മോനെ, നീ എന്തിനാ സങ്കടപ്പെടുന്നേ? മോൻ വാ, നമുക്കൊന്ന് പുറത്തു പോയിട്ട് വന്നാലും. വേണ്ട. നമുക്ക് പതുക്കെ പോകാം. മോന്റെ സ്കൂളിൽ നിന്ന് ടീച്ചറാന്ന് തോന്നുന്നു. ആ, ടീച്ചർ. ആ പറഞ്ഞാട്ടെ ടീച്ചർ. ആ ശരി ടീച്ചർ. എന്താ എന്താ ടീച്ചർ പറഞ്ഞേ? മോൻ്റെ സ്കൂളിൽ നിന്ന് അത്യാവശ്യമായിട്ട് ചെല്ലണമെന്ന്. എന്താണോ എന്തോ. ബാനു, ബാനുവേ, ഇവിടെ ആരും ഇല്ലേ? ആരാ? ആമിനത്താത്തയാണോ? അല്ല, എന്താ നിന്റെ മുഖത്തൊരു വല്ലഴുക?
മനസ്സിനൊരു സമാധാനവും ഇല്ല. ആട്ടെ, മാധവൻ എവിടെ? കാണുന്നില്ലല്ലോ. എന്ത് പറയാനാ, മോന്റെ സ്കൂളിൽ നിന്ന് വിളിച്ചു, അത്യാവശ്യമായിട്ട് സ്കൂളിലെത്തണോന്ന്. എന്താണോ ആവോ, അവനിപ്പോ സ്കൂളിലും പോകാൻ മടിയാ. എനിക്കറിയില്ല. മക്കളൊക്കെ പഠിച്ച് നല്ല നിലയിലാവുമ്പം സമാധാനമായിട്ട് കഴിയാന്നാ വിചാരിച്ചേ. പക്ഷെ ഇതിപ്പോ പാടത്തും പറമ്പിലും പണിയെടുത്ത് അല്ലലറിയിക്കാതെ പഠിപ്പിച്ചല്ലേ അവനൊരു ഡോക്ടറാക്കിയത്. ജീവിത മൂല്യങ്ങൾ, സ്നേഹബന്ധങ്ങൾ അവൾക്ക് തിരിച്ചറിയാൻ കഴിയാതെ പോയി. നീ കരയാതെ മാനു, നീ ഒന്ന് സമാധാനിക്ക. നമ്മുടെ മാതാപിതാക്കൾ നമ്മളെ ശിക്ഷിച്ചും ശാസിച്ചും അതിലേറെ സ്നേഹിച്ചും വളർത്തി. എന്നാൽ നമ്മൾ നമ്മുടെ മക്കളുടെ വിഷമങ്ങളും ദുഃഖങ്ങളും ഒന്നും അറിയിക്കാതെ വളർത്തി, പഠിപ്പിച്ച് വലിയ നിലയിലാക്കി. എന്നാൽ അവരെ ഒരു നല്ല മനുഷ്യരാക്കാൻ നാം മറന്നുപോയി. നമുക്ക് തെറ്റുപറ്റി. നമുക്ക് പറ്റിയ തെറ്റതാണ്. അവരുടെ എല്ലാ ഇഷ്ടങ്ങളും നമ്മൾ സാധിച്ചു കൊടുത്തു. അവൻ പഠിച്ചൊരു ഡോക്ടറായതിൽ അഭിമാനിച്ചു. പക്ഷെ എൻ്റെ ജീവിതത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ നീ വിഷമിക്കാതെ ബാനു, എൻ്റെ കാര്യം തന്നെ നോക്ക്. ഇപ്പോഴത്തെ തലമുറ ഇങ്ങനെ ആയിപ്പോയി. മക്കളൊക്കെ പഠിച്ച് വിദേശത്താണ്, ഞാൻ ഒറ്റയ്ക്കാണിപ്പോൾ. എല്ലാം നിനക്കറിയാവുന്നതല്ലേ. പിന്നെ നമ്മളല്ലാതെ ആര് ക്ഷമിക്കാൻ, ആര് പൊറുക്കാൻ? മക്കളായിപ്പോയില്ലേ. ഇതാരാ? ആമിനത്താത്തായോ? എന്തൊക്കെയുണ്ട് വിശേഷം? എത്ര നാളായി കണ്ടിട്ട്? ഏയ് ഒന്നുമില്ല മാധവ, ഞാൻ വെറുതെ വന്ന. എന്നാ ശരി ബാനു, ഞാൻ ഇറങ്ങുന്നു. ആട്ടെ, പോയ കാര്യം എന്തായി? പറയാം, നീ കുറച്ച് വെള്ളം എടുക്ക്. വെള്ളമില്ല. അത് പോട്ടെ, അപ്പുണ്ണി എന്തി? അന്നേരം കിടന്ന കിടപ്പ, ഇതുവരെ എഴുന്നേറ്റിട്ടില്ല. ഇവിടുത്തെ അതേ രീതി തന്നെയാ സ്കൂളിലും. ഒരു വക പഠിക്കാറുമില്ല, ആരെ അനുസരിക്കാറുമില്ല. ചിലപ്പോഴൊക്കെ ടീച്ചർമാരോട് പോലും ചൂടാകുമെന്ന്. എന്റെ ഈശ്വര, ഞാൻ ഇത് എന്തേ കേൾക്കുന്നേ? എന്ത് മിടുക്കനാണ് നമ്മുടെ കുഞ്ഞ്. അവനിപ്പോ എന്ത് പറ്റി? അവന്റെ അച്ഛനോട് അവന്റെ കാര്യം ഒന്ന് ശ്രദ്ധിക്കാൻ പറഞ്ഞ അവനാണെങ്കിൽ അതിനൊരു നേരവും ഇല്ല. നിങ്ങളൊരു കാര്യം ചെയ്, അവനെ പോയി വിളി. ശരി, ഞാനൊന്ന് വിളിക്കട്ടെ. മോനെ അപ്പുണ്ണി, കഥ തുറക്ക്. മോനെ മനു, മോൻ കഥ തുറക്കുന്നില്ല. മോനെ, മോനെ കഥ തുറക്കടാ. മോനെ മുത്തശ്ശിയല്ലേടാ വിളിക്കുന്നേ. മോനെ കഥ തുറക്ക്. മോനെ, മോനെ കഥ തുറക്കടാ. നീ ഒരു കാര്യം ചെയ്, മോനെ വിളിക്കേ. വേണ്ട, അവനിന്ന് ഓപ്പറേഷൻ ഉള്ള ദിവസം. അതിനെന്താ, ഞാൻ വിളിക്കട്ടെ. ഹലോ മോനെ, അപ്പുണ്ണി കഥ തുറക്കുന്നില്ലടാ. അത്യാവശ്യമായിട്ട് നീ ഇങ്ങോട്ട് വരണം, പെട്ടെന്ന് ഇങ്ങോട്ട് വാ. എന്നാ അവൻ എന്താ പറഞ്ഞേ? ഇന്ന് വരാൻ പറ്റില്ല. അല്ല, അവനിപ്പോ വരാന്നാ പറഞ്ഞ. നീ ഒന്നും കൂടെ അവനെ വിളിച്ചേ. മോനെ, മോനെ കഥ ഉറക്കടാ. നീ ഞങ്ങളെങ്ങനെ വിഷമിപ്പിക്കല്ലേ. കഥ തുറക്കണം. മുത്തശ്ശിയല്ലേടാ വിളിക്കുന്നേ. നീ ഇതെന്തൊരു കഷ്ടമാണെന്ന് പറയാ. എന്നെ ആരും തുടരുത്, എന്നെ ആരും തുടരുന്നാ പറഞ്ഞത്. എന്റെ അടുത്ത് ആരും വരുത്, പോവാനാ പറഞ്ഞത്. പൊയ്ക്കോ, എന്നെ ആർക്കും വേണ്ട. എന്റെ അച്ഛനും അമ്മയ്ക്കും പോലും എന്നെ വേണ്ട. ഞാൻ ഈ വീട് വിട്ട് എങ്ങോട്ടെങ്കിലും പോകുക. എനിക്കിനി ജീവിക്കണ്ട, എനിക്കിനി ജീവിക്കണ്ട. മോനെ 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 മോനെ, വിഷമിക്കാതെ, നിനക്ക് ഞങ്ങളില്ലേ മോനെ? മോനെ അയ്യോ മോനെ അയ്യോ, അതിന് കുഞ്ഞ് എന്താ പറ്റി മോനെ? അയ്യോ, എനിക്കറിയില്ല ബാനു. നീ കുറച്ച് വെള്ളം എടുത്തോണ്ട് വാ. അയ്യോ കുഞ്ഞേ. മോനെ മോനെ നമുക്ക് ആശുപത്രി കൊണ്ടുപോവാ. വാ വാ, ഞാൻ ലൈറ്റാണ്. ഡോക്ടർ, എൻ്റെ മകനിപ്പോൾ എങ്ങനെയുണ്ട്? അവൻ നോർമലാണ്. ഡിപ്രഷൻ്റെ മൂർധന്യത്തിലേക്ക് അവൻ എത്തിയിട്ടില്ല. ഇനി അവന് വേണ്ടത് സ്നേഹവും കരുതലുമാണ്. ഞങ്ങൾക്ക് തെറ്റുപറ്റിപ്പോയി. എൻ്റെ തിരക്കിനിടയിൽ എനിക്ക് അവനെ ശ്രദ്ധിക്കാൻ സാധിച്ചില്ല. ഞങ്ങൾക്ക് തെറ്റുപറ്റിപ്പോയി. കുഴപ്പമില്ല ഡോക്ടർ, അങ്ങനെയൊന്നും ചിന്തിച്ചിട്ട് ഇനി കാര്യമില്ല.
ഇനി അവനോടൊപ്പം ഞാനുമുണ്ട്. ഓഹോ, നീയോ? നിനക്ക് കീ വേണമല്ലേ? നീ ഒരു കാര്യം ചെയ്യ്, ഇങ്ങ് മെന്റൽ ഹോസ്പിറ്റലിലേക്ക് വാ. ഒരു മകനെയും കണ്ടിട്ട് പോകാം. ഈ ഇടയ്ക്കെങ്ങാനും നീ അവനെ കണ്ടിട്ടുണ്ടോ? നീ എൻ്റെ ജീവിതം തകർത്തു. ഇപ്പോൾ എൻ്റെ മകൻ്റെയും. നീ എവിടേക്കെങ്കിലും പൊക്കോണം എൻ്റെ ജീവിതത്തിൽ നിന്ന്. ഓ, പാതിരാത്രി ആയപ്പോ കയറി വന്നേക്കുന്നു. ഒരു കുഞ്ഞിനെ ജീവിതം തുളച്ചിട്ട് നീ എന്തിനായപ്പോ ഇവിടെ കയറി വന്നത്? എങ്ങനെ കഴിഞ്ഞിരുന്ന കുടുംബം? നീ ഒറ്റയെടുത്തി വന്നേ പിന്നെ സമാധാനം ഒന്നും ഉണ്ടായിട്ടില്ല. നിന്റെ കുഞ്ഞിന്റെ എന്തെങ്കിലും കാര്യം നീ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇപ്പൊ എന്റെ ജീവിതം നീ തൊലച്ചു. ഒന്നും കാണാതെ കേൾക്കാതെ ദൈവം എന്നെ അങ്ങോട്ട് വിളിച്ചാ മതിയായിരുന്നു. എന്താ എന്താ ഇവിടെ ഒരു ബഹളം? എന്ത് പറ്റി ബാനു? കണ്ടില്ലേ, എന്റെ കുഞ്ഞിന്റെ ജീവിതം നശിപ്പിച്ചിട്ട് വന്നേക്കുന്നത് കണ്ടില്ലേ? എന്നാലും കുഞ്ഞെ, എനിക്ക് പറയാതിരിക്കാൻ വയ്യ. കുഞ്ഞു കാരണം ഇപ്പൊ ഒരു കുടുംബമല്ല താറുമാറായത്. എല്ലാവരും കൂടെ എന്നെ കുറ്റപ്പെടുത്തിക്കോ. പിന്നെ നിന്നെ അല്ലാതെ ആരെ കുറ്റപ്പെടുത്തണം? പഠിച്ചിറങ്ങിയപ്പോ മാതാപിതാക്കളോട് പറഞ്ഞതാ വിവാഹം വേണ്ടെന്ന്. വയസ്സിരുപതാനും പതിനെ പിടിച്ച് കെട്ടിച്ചു. ചെറു പ്രായത്തിലല്ലേ ഞാൻ ഇവിടെ വന്നത്. ആ ഒരു പരിഗണന നിങ്ങൾ ആരെങ്കിലും എനിക്ക് തന്നിട്ടുണ്ടോ? ഞാൻ ഫാഷനും കാണിച്ച് നടക്കുമെന്ന് പറഞ്ഞ് എന്നെ കുറ്റപ്പെടുത്തിയിട്ടല്ലേ ഉള്ളൂ. എല്ലാ സൗകര്യങ്ങളിലും വളർന്നതിനാൽ എനിക്ക് ഇവിടുത്തെ രീതികളുമായി പൊരുത്തപ്പെടാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അമ്മയ്ക്കും അച്ഛനും നിങ്ങളുടെ മോനെ മതി. മോനാണെങ്കിൽ ആശുപത്രി രോഗികളെയും. ഞാനും ഒരു പെണ്ണല്ലേ, എനിക്കും വലിയ ആഗ്രഹങ്ങൾ. എൻ്റെ ഭർത്താവും അദ്ദേഹത്തിൻ്റെ അച്ഛനും അമ്മയും എൻ്റെ ആഗ്രഹങ്ങൾ തടയുന്നു വന്നുകൊണ്ടപ്പോ ഞാനും എൻ്റെ ഇഷ്ടങ്ങൾ നോക്കി. എൻ്റെ മോനും എന്നെ വെറുത്തു. ഞാൻ പിന്നെ എന്താ ചെയ്യാ? നിങ്ങളെല്ലാവരും ഒന്ന് സമാധാനിക്കും. ഇനിയിപ്പോ എന്ത് പറഞ്ഞിട്ട് എന്താ കാര്യം? സംഭവിക്കാനുള്ളതൊക്കെയും സംഭവിച്ചു. മനു, വാ പോവാ. ഞാനിനി ഈ വീട്ടിൽ നിൽക്കില്ല, ഞാൻ പോവാ. ഇന്ന് നമ്മുടെ മോൻ്റെ പിറന്നാളല്ലേ, നമുക്കത് ഗംഭീരമാക്കണം. ഞാൻ എല്ലാ ഏർപ്പാടുകളും ചെയ്തിട്ടുണ്ട്. ആ, അതിനെന്താ, നമുക്ക് നന്നായിട്ട് ആഘോഷിക്കാലോ. അല്ല, ഇന്നല്ലേ അഭയത്തിലെ വാർഷികം? അതൊക്കെ കഴിഞ്ഞ് നേരത്തെ എത്തില്ലേ? നീ അഭയ കേന്ദ്രത്തിലേക്ക് വരുന്നുണ്ടോ? ഞാനും മോന് നേരത്തെ എത്താൻ നോക്കാം. ഇനി അഭയകേന്ദ്രത്തിലേക്ക് നിങ്ങളുടെ എല്ലാവരുടെയും ചിന്തകൾ ആകർഷിച്ചുകൊള്ളുന്നു. വാർദ്ധക്യം ഒരു ശാപമാണെന്ന തെറ്റിദ്ധാരണയാലും മറ്റ് പല കാരണങ്ങളാലും ഈ അഭയതീരത്തെ എത്തിച്ചേർന്നവരാണ് നിങ്ങളെല്ലാവരും. മുന്നോട്ടുള്ള ജീവിത പ്രയാണത്തിന് നിങ്ങൾക്ക് തണലായി, നിങ്ങളെ കാണുവാനായി ബഹുമാന്യനായ ജില്ലാ കളക്ടർ എത്തിച്ചേരുന്ന അസുലഭ നിമിഷമാണിത്. അദ്ദേഹത്തെയും അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനെയും ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ആദ്യമായി കളക്ടറിനെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പ്രിയപ്പെട്ടവർക്ക് നമസ്കാരം. ജനിച്ചപ്പോൾ തന്നെ അനാഥത്വം പേറിയവരും സാഹചര്യം കൊണ്ട് അനാഥരായവരുമാണ് ഇവിടെ. ഈ വേളയിൽ ഞാൻ എൻ്റെ ജീവിതം തന്നെ ഓർത്തു പോകുന്നു. പ്രശസ്ത കാർഡിയോളജിസ്റ്റായ രാജേഷിൻ്റെയും ഫാഷൻ ഡിസൈനറായ പിങ്കിയുടെയും മകനായി പിറന്നു ഞാൻ. എല്ലാവരുടെയും ഹൃദയം അറിയാവുന്ന എൻ്റെ അച്ഛന് എൻ്റെ ഹൃദയം മാത്രം അറിയാൻ സാധിച്ചില്ല. എൻ്റെ അമ്മയ്ക്കും എന്നെ മനസ്സിലാക്കാൻ സാധിച്ചില്ല. ഒരു അനാഥനാണെന്ന തോന്നൽ എന്നെ മാനസികാരോഗ്യ കേന്ദ്രത്തിൽ വരെ എത്തിച്ചു. എന്നെ ജീവിതത്തിൽ തിരികെ കൊണ്ടുവന്ന ഡോക്ടർ രോഹിത്തിനെ ഞാൻ നന്ദിയോടെ മനസ്സിലോർക്കുന്നു. വീട് വിട്ടിറങ്ങിയ എൻ്റെ അമ്മ എത്തിച്ചേർന്നത് ഇവിടെയാണ്. ഒരുപാട് അന്വേഷിച്ചു. അവസാനമാണ് മനസ്സിലാക്കിയത് അമ്മ അനാഥ കേന്ദ്രത്തിലാണ് എത്തിച്ചേർന്നതെന്ന്. ഞാൻ
എൻ്റെ അമ്മയെ ഒരുപാട് ഞാൻ എൻ്റെ അമ്മയെ വിളിക്കാൻ ഒരുപാട് ശ്രമിച്ചെങ്കിലും അമ്മ കൂടെ വന്നില്ല. ഇന്ന് എൻ്റെ മോൻ്റെ പിറന്നാളാണ്. ഇന്നെങ്കിലും അമ്മ കൂടെ വരുമോ എന്ന് ഞാൻ ആശിക്കുന്നു. അടുത്തതായി നന്ദയെ അഭയത്തിലെ അന്തേവാസികളുമായി സംസാരിക്കുന്നതിനായി ക്ഷണിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. ഈ അഭയത്തിലുള്ള എല്ലാ മാതാപിതാക്കളോടും എനിക്കൊന്ന് പറയാനുണ്ട്. ജീവിക്കാൻ സമ്പത്ത് വേണമെന്നത് പരമാർത്ഥം തന്നെ. എന്നാൽ വലിയ വീടിനുള്ളിൽ മൊബൈൽ ഫോണുകളുമായി കഴിയുന്നവരാണ് ഇന്നത്തെ മിക്ക കുട്ടികളും. നിങ്ങളുടെ മക്കളുടെ സുഹൃത്താകാൻ ശ്രമിക്കണം. ഇമ്പമുള്ള കുടുംബമാണ് ഓരോ കുട്ടികളും ആഗ്രഹിക്കുന്നത്. അതിന് ഇവിടെ കൂടിയിരിക്കുന്നവർക്ക് കഴിയട്ടെ. ഞങ്ങളുടെ അമ്മ നിങ്ങളിൽ ഒരാളായി ഈ കൂട്ടത്തിൽ ഇരിപ്പുണ്ട്. ഇന്നെങ്കിലും അമ്മ ഞങ്ങളോടൊപ്പം വന്നെങ്കിലെന്ന് ഞാൻ ആശിക്കുന്നു. അമ്മേ, അമ്മേ. എൻ്റെ കുഞ്ഞിനെ സ്നേഹിക്കാനോ അവൻ്റെ മനസ്സ് കാണാനോ ഒന്നും എനിക്ക് കഴിഞ്ഞിട്ടില്ല. ചെറുപ്പത്തിലെ അറിവില്ലായ്മ കൊണ്ട് എനിക്കെല്ലാം നഷ്ടമായി. മുത്തശ്ശി കരയല്ലേ എന്നെ പൊന്നു മുത്തശ്ശി. കഴിഞ്ഞതൊന്നും ഓർത്ത് അമ്മ ഇനി സങ്കടപ്പെടണ്ട. ഇന്നു മുതൽ എനിക്കൊരു പുതിയ ജീവിതമാണ്. എൻ്റെ മക്കളോടൊത്തുള്ള പുതിയ ജീവിതം. പ്രിയമുള്ളവരെ, കുടുംബം അത് സ്നേഹം കൊണ്ട് നിർമ്മിച്ച ഒരു ചില്ലുകൂടാണ്. സ്നേഹവും ഐക്യവും പരസ്പര വിശ്വാസവുമാണ് കുടുംബത്തിന് ആധാരം. പരസ്പര സ്നേഹത്താൽ നമുക്ക് ആ ലോകം സുന്ദരമാക്കാം.